ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിഗം ബാക്ക്ലോറിയസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോഴ്സസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലോ ആണ്. ആദ്യമായിട്ട് നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ലോ എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ലോ ആർ ബേസിക് റൈറ്റ്സ് വിച്ച് ഈസ് അവൈലബിൾ ടു എവറി ഹ്യൂമൻ ബീയിങ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ്, കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ജെൻഡർ, റേസ്, ഒറിജിൻ ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനായി പിറന്ന ആൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ്. ഇത് ഒരാളുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റെന്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ലംഘിക്കപ്പെടാൻ പാടില്ല. ഓൾസോ ഹ്യൂമൻ റൈറ്റ്സ് ഇമ്പോസസ് ആൻ ഒബ്ലിഗേഷൻ ഓൺ അതർ ഹ്യൂമൻ ബീയിങ്സ് നോട്ട് ടു ഇൻഫ്രിഞ്ച് ഓൺ ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് എനി അതർ പേഴ്സൺ. അതായത് ഒരു മനുഷ്യൻ്റെ മനുഷ്യാവകാശം മറ്റൊരു മനുഷ്യനാൽ ലംഘിക്കപ്പെടാൻ പാടില്ല. ജോൺ ലോക്ക് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഫിലോസഫറിൻ്റെ ഒരു തിയറിയാണ് തിയറി ഓഫ് ഇൻഅലൈനബിൾ റൈറ്റ്സ്. ഈ തിയറി പ്രകാരം ഇൻഡിവിജ്വൽസ് ആർ ബോൺ ഈക്വൽ ആൻഡ് വിത്ത് സം ബേസിക് നാച്ചുറൽ റൈറ്റ്സ് വിച്ച് ആർ ഇൻഅലൈനബിൾ ആൻഡ് ക്യാൻ നെവർ ബി ടേക്കൺ അവേ. വിച്ച് മീൻസ് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഹ്യൂമൻ റൈറ്റ്സ് എന്ന അവകാശം കിട്ടുന്നുണ്ട്. അത് ഇൻഅലൈനബിൾ ആണ്. ഇൻഅലൈനബിൾ എന്ന് പറഞ്ഞാൽ അന്യാധീനപ്പെടുത്താൻ സാധിക്കാത്തത്. നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ. ഫസ്റ്റ്, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് സോഴ്സസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയേണ്ട സോഴ്സാണ് ഇൻ്റർനാഷണൽ ട്രീറ്റീസ്. സെക്കൻഡ് വൺ ഇൻ്റർനാഷണൽ കസ്റ്റംസ്, പിന്നെ ജുഡീഷ്യൽ ഡിസിഷൻസ്, ദെൻ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫൈനലി ഇൻ്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി നമുക്ക് ആദ്യത്തെ സോഴ്സ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റീസ് നോക്കാം. ഇൻ്റർനാഷണൽ ട്രീറ്റീസ് അഥവാ അന്താരാഷ്ട്ര ഉടമ്പടികൾ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന കരാറുകളാണ്. ഈ കരാറുകൾ പ്രകാരം ആരൊക്കെയാണോ ഈ ട്രീറ്റീസിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങൾ അവർ ഈ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രീറ്റീസ് ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾസ് ആണ് ദ യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, ദ ആഫ്രിക്കൻ ചാർട്ടർ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എക്സാമ്പിൾസ് എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത സോഴ്സാണ് ഇൻ്റർനാഷണൽ കസ്റ്റംസ്. ഇൻ്റർനാഷണൽ കസ്റ്റംസ് നമ്മൾ ഇൻ്റർനാഷണൽ ലോ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ആചാരങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ. ഒരു ശീലം ഒരുപാട് ആവർത്തിക്കപ്പെടുമ്പോൾ അതൊരു നിയമമായിട്ട് മാറും സ്വാഭാവികമായിട്ടും. അങ്ങനെയുള്ള കസ്റ്റംസും ഹ്യൂമൻ റൈറ്റ്സ് ലോൻ്റെ ഒരു സോഴ്സാണ്. കസ്റ്റംസ് എങ്ങനെയാണ് ഒരു റൂളായിട്ട് മാറുന്നത്? അതിൻ്റെ പ്രാക്ടീസിലൂടെയാണ്. അതുപോലെ ട്രീറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറഞ്ഞു, ആരൊക്കെയാണോ ഈ ട്രീറ്റീസിൽ പാർട്ടീസായിട്ടുള്ളത് ആ രാജ്യങ്ങളായിരിക്കും ഈ ട്രീറ്റീസിലുള്ള കണ്ടീഷൻസ് അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ. എന്നാൽ കസ്റ്റംസിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു ഇൻ്റർനാഷണൽ കസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അനുസരിക്കേണ്ടതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കൺസെൻറ്റ്. അടുത്ത സോഴ്സാണ് ജുഡീഷ്യൽ ഡിസിഷൻസ്. അതായത് നമുക്കറിയാം UN-ൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഡിയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇവിടെ ചിലപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷനായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരാം. ഈ കേസുകളിൽ എന്താണോ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ പ്രസിഡൻസ്, ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് ലോൻ്റെ സോഴ്സായിട്ട് കണക്കാക്കാം. അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇൻ്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ UN അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിക്ലറേഷൻസ്, റെസൊല്യൂഷൻസ്, റെക്കമെൻഡേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ലോൻ്റെ സോഴ്സാണ്. ഇൻ്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഒരു സോഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലോ ആയി കണക്കാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമാണ്. ഒരു എക്സാമ്പിളാണ് UDHR അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. 1948 ആണ് UDHRൻ്റെ ഇയർ. UDHR ഒരു ലീഗലി ബൈൻഡിങ് ഡോക്യുമെൻ്റ് അല്ല. പക്ഷേ ഒരുപാട് UN മെമ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് അവരുടെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ UDHRൽ പറയുന്ന പ്രിൻസിപ്പിൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്ത് വെക്കണം, എക്സാമിന് എഴുതണം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഇൻ്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. വിച്ച് വാസ് അഡോപ്റ്റഡ് ബൈ ദ UN ജനറൽ അസംബ്ലി ഓൺ 1966.
ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ്റർനാഷണൽ കവണൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ ICCPR ആൻഡ് ഇൻ്റർനാഷണൽ കവണൻറ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് അല്ലെങ്കിൽ ICSCR. ഹ്യൂമൻ റൈറ്റ്സ് ലോൻ്റെ സോഴ്സസിനെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ കാണാം.